നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കായ റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കില്ലിലെ 1ാമത്തെ യൂണിറ്റായ ലേണിംഗ് ടു ലിസൺ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എന്താണ് ലിസണിംഗ് എന്ന് നോക്കാം. ലിസണിംഗ് ഈസ് ആൻ ആക്റ്റീവ് ആൻഡ് ഡെലിബറേറ്റ് പ്രോസസ് വെർ ദ ലിസണർ റിസീവ്സ്, ഇൻ്റർപ്രറ്റ്സ് ആൻഡ് റെസ്പോൺസ് ടു മെസ്സേജസ്. അപ്പോൾ ലിസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. അതുപോലെ എന്തുവാണ്? ഡെലിബറേറ്റ് പ്രോസസ്സ് കൂടിയാണ്. അതായത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. വേർ ദ ലിസണർ റിസീവ്സ്, എന്ത് ചെയ്യുന്നു? ശ്രോതാവ് റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇൻ്റർപ്രറ്റ്സ്, വ്യാഖ്യാനിക്കുന്നു. ആൻഡ് റെസ്പോൺസ് ടു മെസ്സേജസ്, എന്ത് ചെയ്യുന്നു? മെസ്സേജിന് തിരിച്ച് എന്ത് കൊടുക്കുന്നു? റെസ്പോൺസും കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയാണ് നമ്മൾ ലിസണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Unlike hearing, which is a passive physiological act, listening requires concentration, attention and engagement. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഹിയറിംഗ് എന്ന് പറയുന്നത് പാസീവ് ഫിസിയോളജിക്കൽ ആക്ട്, അതായത് ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്? ഹിയറിംഗ്. പക്ഷേ ലിസണിങ് എങ്ങനെയുള്ളതാണ്? ലിസണിങ്ങിന് എന്ത് ആവശ്യമാണ്? റിക്വയർസ് കോൺസെൻട്രേഷൻ, ശ്രദ്ധ ആവശ്യമാണ്, അറ്റൻഷൻ, പിന്നെ എൻഗേജ്മെൻറ്റും ആവശ്യമാണ്. അടുത്തത് പ്രോസസ് ഓഫ് ലിസണിംഗ് ആണ്. ലിസണിങ്ങിൽ ഉൾപ്പെടുന്ന 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹിയറിംഗ്, ഫിൽറ്റർ, കോംപ്രഹെൻഡ്, റിമെമ്പർ, റെസ്പോണ്ടിങ്. ഈ 5 സ്റ്റേജസിലൂടെയാണ് ലിസണിങ് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജായ ഹിയറിംഗ് എന്താണ്? ശ്രോതാവിൻ്റെ ചെവിയിലേക്ക് ശബ്ദം എത്തുന്ന സ്റ്റേജാണ് ഹിയറിംഗ്. രണ്ടാമത്തെ സ്റ്റേജ് ഫിൽട്ടർ. എന്താണെന്ന് നോക്കാം. അതായത് ശ്രോതാവിൻ്റെ ചെവിയിലേക്ക് എത്തുന്ന ശബ്ദങ്ങളെ എന്ത് ചെയ്യും? ആവശ്യമുള്ളതിനെ എടുത്ത ശേഷം ആവശ്യമില്ലാത്തതിനെ എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിൽറ്റർ. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് കോംപ്രിഹെൻഡ്. അതായത് ലിസണറിലേക്ക് എത്തുന്ന ശബ്ദത്തിനെ അല്ലെങ്കിൽ മെസ്സേജിനെ എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യുന്നു. നമ്മൾ വന്ന മെസ്സേജിനെ മനസ്സിലാക്കി എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോംപ്രിഹെൻഡ്. അടുത്ത 4ാമത്തെ സ്റ്റേജ് എന്താണ്? റിമെമ്പർ. ശ്രോതാവിലേക്ക് എത്തിയ ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് നമ്മളെ മെമ്മറിയിൽ വെക്കുന്നു. അതിനെയാണ് റിമെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനത്തെ സ്റ്റേജ് റെസ്പോണ്ടിങ്. അപ്പോൾ ഹിയറിംഗ് പ്രോസസ്സിൻ്റെ 5ാമത്തെ സ്റ്റേജ് ഏതാണ്? റെസ്പോണ്ടിങ്. റെസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എത്തിയ മെസ്സേജ് അല്ലെങ്കിൽ ലിസണറിലേക്ക് എത്തിയ മെസ്സേജിന് ലിസണർ നൽകുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ എന്താണ്? റെസ്പോൺസ്. അതിനെയാണ് റെസ്പോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ലിസണിംഗ് ആണ്. മൊത്തം 6 ടൈപ്പാണ് ലിസണിംഗ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്രിസിയേറ്റീവ് ലിസണിംഗ്, കോംപ്രഹെൻസീവ് ലിസണിംഗ്, എംപത്തറ്റിക് ലിസണിംഗ്, ക്രിട്ടിക്കൽ ലിസണിംഗ്, ആക്റ്റീവ് ലിസണിംഗ് ആൻഡ് പാസീവ് ലിസണിംഗ്. അപ്പോൾ മൊത്തം എത്ര ടൈപ്പ് ഉണ്ട്? 6 ടൈപ്പ് ലിസണിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ലിസണിംഗ് അപ്രിസിയേറ്റീവ് ലിസണിംഗ് ആണല്ലേ. എന്താണ് അപ്രിസിയേറ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ എൻജോയ്മെൻറ്റിന്, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നതിനാണ് അപ്രിസിയേറ്റീവ് ലിസണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പാട്ട് കേൾക്കുന്നത്, അതുപോലെ കഥകളൊക്കെ കേൾക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? അപ്രിസിയേറ്റീവ് ലിസണിങ്ങിന് ഉദാഹരണമാണ്. അടുത്തത് കോംപ്രഹെൻസീവ് ലിസണിംഗ് ആണ്. എന്താണ് കോംപ്രഹെൻസീവ് ലിസണിംഗ്? അതായത് ഒരു കണ്ടൻറ്റ്, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രമേയം മനസ്സിലാക്കിയെടുക്കാനുള്ള നമ്മുടെ ലിസണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? കോംപ്രഹെൻസീവ് ലിസണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 3ാമത്തേത് എംപത്തറ്റിക് ലിസണിംഗ്. എന്താണ് എംപത്തറ്റിക് ലിസണിംഗ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അതായത് നമ്മളോട് സംസാരിക്കുന്ന സ്പീക്കറിൻ്റെ ഫീലിങ്സും ഇമോഷൻസും എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി എടുക്കുന്ന ടൈപ്പ് ഓഫ് ലിസണിംഗ് ആണ് എംപത്തറ്റിക് ലിസണിംഗ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ ലിസണിംഗ് ആണ്. എന്താണ് ക്രിട്ടിക്കൽ ലിസണിംഗ്? അതായത് ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ടൈപ്പ് ഓഫ് ലിസണിംഗ് ആണ് ഏത്? ക്രിട്ടിക്കൽ ലിസണിംഗ്. മെയിൻലി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിംഗ് അല്ലേ. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഓർ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻസ്, അതായത് പ്രശ്നപരിഹാര സമയത്തൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ടൈപ്പ് ഓഫ് ലിസണിംഗ് ഉപയോഗിക്കുന്നത്. അടുത്തത് ആക്റ്റീവ് ലിസണിംഗ് ആണ്. ആക്റ്റീവ് ലിസണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഫുള്ളി കോൺസെൻട്രേറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, റെസ്പോണ്ടിങ് ആൻഡ് റിമെമ്പറിങ് വാട്ട് ഈസ് ബീയിങ് സെഡ്. അപ്പോൾ ആക്റ്റീവ് ലിസണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ശ്രദ്ധയാണ്. പൂർണ്ണ ശ്രദ്ധയോടുകൂടി നമ്മളൊരു മെസ്സേജ് റിസീവ് ചെയ്യുന്നത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്റ്റീവ് ലിസണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് പാസീവ് ലിസണിംഗ് ആണ്. എന്താണ് പാസീവ് ലിസണിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ പൂർണ്ണ ബോധത്തോടു കൂടി അല്ലാതെ ചെയ്യുന്ന ലിസണിംഗ് ആണ് പാസീവ് ലിസണിംഗ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷനും അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷനുമാണ്. ആദ്യത്തേത് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. അതെന്താണെന്ന് നോക്കാം. എന്താണ് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അതൊരു റിയൽ ടൈം ഇൻട്രാക്ഷനാണ്, ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മൾ ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 2 പേര് പരസ്പരം സംസാരിക്കുകയോ ഒരു ഗ്രൂപ്പിനോട് നമ്മൾ സംസാരിക്കുകയോ ചെയ്യുന്നതൊക്കെ എന്തിന്? എക്സാമ്പിളാണ് സിങ്ക്രോണസിന്. മറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഫോൺ കോൾസ്, നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത്, വീഡിയോ കോൺഫറൻസ്, അതായത് ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, ലൈവ് ചാറ്റ്സ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ്. അടുത്ത ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ? അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തുണ്ടാവും? ഒരു ടൈം ലാഗ് ഉണ്ടാവും അല്ലേ. സെൻഡറും റിസീവറും തമ്മിലൊരു ടൈം ലാഗ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഒരു ടൈം ലാഗ് വരും. അതായത്
അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുള്ളതായിരിക്കില്ല? ലൈവായിട്ടുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. ഉദാഹരണത്തിന് നമ്മളൊരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഒരു കത്ത് അയക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തെടുക്കും? സമയമെടുക്കും അല്ലേ? റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കും. ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് സിങ്ക്രോണസും അസിങ്ക്രോണസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സിങ്ക്രോണസ് എങ്ങനെയാണ്? ഒക്കേഴ്സ് ഇൻ റിയൽ ടൈം, അതായത് ലൈവായിട്ട് നടക്കുന്നത് സിങ്ക്രോണസ്. ഇനി അസിങ്ക്രോണസ് എങ്ങനെയാണ്? ടൈം ലാഗ് ഉണ്ടാവും അല്ലേ? സെൻഡറും റിസീവറും തമ്മിൽ എന്തുണ്ടാകുന്നു? ഒരു ടൈം ലാഗ് ഉണ്ടാകുന്ന ടൈപ്പാണ് അസിങ്ക്രോണസ്. അടുത്തത് രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? ലിമിറ്റഡ് പാർട്ടിസിപ്പൻറ്റ് ക്യാൻ ജോയിൻ. സിങ്ക്രോണസിൽ വളരെ കുറച്ച് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിന് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റൂ. ഇനി അസിങ്ക്രോണസിൻ്റെ കേസ് ആണെങ്കിൽ എന്താണ്? ന്യൂമറസ് പാർട്ടിസിപ്പൻസ്, ഒത്തിരി പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പങ്കെടുക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ വീഡിയോ കോൺഫറൻസ് അതൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോയിലൊക്കെ നമുക്ക് ഒത്തിരി പേർക്ക് അത് കേൾക്കാം അല്ലേ? ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ. അടുത്ത മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? ഓറൽ ഫോം. സിങ്ക്രോണസ് എങ്ങനെയാണ് പറയുന്നത്? ഓറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. വേറെ അസിങ്ക്രോണസ് എങ്ങനെയുള്ളതാണ്? റിട്ടൺ ഫോം ആണ് അല്ലേ? എഴുത്ത് രൂപേണയാണ്. സിങ്ക്രോണസ് എങ്ങനെയല്ല? പെർമനൻ്റ് അല്ല. അസിങ്ക്രോണസ് എങ്ങനെയാണ്? ഒരു പെർമനൻറ്റ് ടൈപ്പാണ്. അടുത്ത് ഫീഡ്ബാക്ക് ഈസ് ഇമ്മീഡിയറ്റ്. സിങ്ക്രോണസിൽ ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടുന്നു. പക്ഷേ അസിങ്ക്രോണസിൽ എങ്ങനെയാണ്? കുറച്ച് ഡിലേ ആവും അല്ലേ? കുറച്ച് സമയം എടുക്കുന്നു. അടുത്തത് സിങ്ക്രോണസിൽ റിക്വയർസ് ഓൾ പാർട്ടിസിപ്പൻസ് ടു ബി അവൈലബിൾ അറ്റ് ദ സെയിം ടൈം. അത് ഒരേ സമയത്ത് എല്ലാ പാർട്ടിസിപ്പൻസും അവിടെ കാണണം. പക്ഷേ അസിങ്ക്രോണസിൽ അങ്ങനെ ആവണമെന്നില്ല. പാർട്ടിസിപ്പൻസിന് അവർക്ക് പറ്റുന്ന സമയത്ത് വന്നാലും മതി. അടുത്ത ഹൈ ലെവൽ ഓഫ് ലൈവ് ഇൻറ്ററാക്ഷൻ. സിങ്ക്രോണസിൽ എങ്ങനെയാണ്? ലൈവ് ഇൻറ്ററാക്ഷൻ ആണ് അല്ലേ? നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലാണ്. പക്ഷേ അസിങ്ക്രോണസിൽ എങ്ങനെയാണ്? നേരെ തിരിച്ചിട്ടാണ്. അടുത്തത് വീഡിയോ കോൾസ്, ലൈവ് ചാറ്റ്സ്, വെബിനാർസ് ഒക്കെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? സിങ്ക്രോണസിലുള്ള ഉദാഹരണങ്ങളാണ്. പക്ഷേ അസിങ്ക്രോണസിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? റെക്കോർഡഡ് വീഡിയോസ്, ഡിസ്കഷൻ ബോർഡ്സ്, ഇമെയിൽസ്, ഇതൊക്കെ അസിങ്ക്രോണസിന് എക്സാമ്പിളാണ്. അടുത്തത് ലിസണിങ് എറ്റിക്യൂറ്റ്സ് ആണ്. അതായത് നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ലിസണറായിരിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിൻറ്റ് മെയിൻറ്റെയിൻ ഐ കോൺടാക്റ്റ്. ഒരു ഐ കോൺടാക്റ്റ് എന്ത് ചെയ്യുക? എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ പോയിൻറ്റ് അവോയ്ഡ് ഇൻറ്ററപ്റ്റിംഗ്. നമ്മളെ സംസാരിക്കുന്ന ആളെ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത എന്താണ്? യൂസ് നോൺ വെർബൽ ക്യൂസ്. നമ്മൾ നോൺ വെർബൽ ക്യൂസ് ഉപയോഗിക്കണം, അതായത് ആംഗ്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അടുത്തത് ഗീവ് ഫുൾ അറ്റൻഷൻ. നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക? കേട്ടിരിക്കുക. ബി പേഷ്യൻ. വളരെ കാമായിട്ട് വളരെ ക്ഷമയോടുകൂടി കേൾക്കുക. റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി. നമ്മൾ കൃത്യസമയത്ത് മാത്രം എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. ബി ഓപ്പൺ മൈൻഡഡ്. നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് വളരെ ഓപ്പണായിട്ട് ഇരിക്കുക. ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ എന്താണ്? മൊബൈൽ ഫോൺസും ലാപ്ടോപ്സും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ്? ഡു നോട്ട് ഈറ്റ് ഡ്യൂറിങ് ലെക്ചർ. ലിസൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. കുറച്ച് ടൈപ്സ് ഓഫ് പഠന വൈകല്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തേത് ഡിസ്കാൽക്കുലിയാണ്. അപ്പോൾ എന്താണ് ഡിസ്കാൽക്കുലിയ? ഡിഫിക്കൽട്ടി വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമ്പേഴ്സ്, മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് കാൽക്കുലേഷൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കണക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, മാത്തമെറ്റിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്പറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസബിലിറ്റി, അത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനാണ് ഡിസ്കാൽക്കുലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? ഡിസ്ഗ്രാഫിയ. അതായത് ഡിഫിക്കൽട്ടി വിത്ത് ഹാൻഡ് റൈറ്റിംഗ്, സ്പെല്ലിംഗ്, ഓർഗനൈസിങ് തോട്ട്സ് ഓൺ പേപ്പർ. നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, സ്പെല്ലിംഗ് ഒന്നും കറക്റ്റായിട്ട് വരാതിരിക്കുക, നമ്മുടെ തോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുക, പേപ്പറിൽ എഴുതാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് ഡിസ്ഗ്രാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ഡിസോർഡർ ഇവിടെ എന്താണ്? നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. ഓക്കെ, നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി, NVLD. എന്താണത്? അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതായത് നമ്മളെ നോൺ വെർബൽ ക്യൂസായ ഐ കോൺടാക്റ്റ്, അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊന്നും കൊടുക്കാനോ അതുപോലെ ഇതൊന്നും മനസ്സിലാക്കാനോ കഴിയാത്ത അവസ്ഥയാണ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ NVLD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നാലാമത്തെ ടൈപ്പ് ഡിസോർഡർ എന്താണ്? ഓറൽ ഓർ റിട്ടൺ ലാംഗ്വേജ് ഡിസോർഡർ. നമുക്ക് എഴുതാനോ വായിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഓറൽ ഓർ റിട്ടൺ ലാംഗ്വേജ് ഡിസോർഡർ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ജനറേഷൻ ലേണർ അല്ലേ? എന്താണ് ഫസ്റ്റ് ജനറേഷൻ ലേണർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛനമ്മമാർക്ക് പഠന കാര്യങ്ങളിൽ തൻ്റെ മക്കളെ സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്ത കുട്ടികളെയാണ് അല്ലെങ്കിൽ ആ ജനറേഷനിൽ പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ലേണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ബാരിയർ ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്. പീപ്പിൾ ഹു ആർ നോട്ട് ഫ്ലുവൻറ്റ് ഇൻ ലാംഗ്വേജ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ്? ഒരു ഭാഷയിൽ ഫ്ലുവൻസി ഇല്ലാത്ത ആൾക്കാരല്ലേ, ഹു ആർ നോട്ട് ഫ്ലുവൻറ്റ്, അങ്ങനെ ഫ്ലുവൻസി ഇല്ലാത്ത ആൾക്കാർക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അതിനെയാണ് ലിംഗ്വിസ്റ്റിക് ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഹു ആർ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് മദർ ടങ്സ് വിൽ നോട്ട് ബി ഏബിൾ ടു ഫോളോ ദ ലാംഗ്വേജ്. അപ്പോൾ എന്താണ്? കുട്ടികൾ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അതുപോലെ മദർ ടങ് ഒക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റായിട്ട് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയാത്ത അവസ്ഥ. അടുത്തത് ഫിസിക്കൽ ബാരിയേഴ്സാണ്. അതായത് നമ്മുടെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, നമുക്ക് എന്തെങ്കിലും കേൾവിക്ക് കുറവുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പഠിക്കാൻ കഴിയില്ല.
ഫിസിക്കൽ ഡിസ്റ്റൻസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഫിനാൻസ്, ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നു? നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അവസാനത്തെ പോയിൻ്റ് എന്താണ്? ടെക്നോളജിക്കൽ അവയർനെസ്. എന്താണ് ടെക്നോളജിക്കൽ അവയർനെസ്? അതായത് ഇന്നത്തെ പഠനം ടെക്നോളജിയായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ടെക്നോളജിയിൽ നമുക്കൊരു അവയർനെസ് ഇല്ലെങ്കിൽ, ആ ഒരു അവബോധം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്